വരാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ മാച്ചിൽ റോമൻ റെയിൻസ് ആഡ് ആവാൻ ചാൻസ് ഉണ്ടോ, അതോ റോമൻ റെയിൻസിന് ഇഞ്ചുറി സംഭവിച്ചോ എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. അതുപോലെ റോമൻ റെയിൻസ് സെത്ത് റോളൻസ് CM പങ്കുമായിട്ടുള്ള സ്റ്റോറി ലൈൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, അതായത് കറക്റ്റായിട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നും ഈ വീഡിയോയിൽ പറയാം. അതും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന്. അതുപോലെ ജെയ്സോ കോഡി റോഡ്സിനെയാണോ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്, അതോ വേൾഡ് ചാമ്പ്യൻ ഗന്ധറിനെയാണോ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ അതിനെ പറ്റിയൊരു ന്യൂസ് വരുന്നുണ്ട്. അതാണ് വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്നത്. അതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് റോയൽ റംബിൾ മാച്ചിൽ റിട്ടൈൻ ചെയ്ത അലക്സ ബ്ലിസിനെ പറ്റിയാണ്. അതായത് അലക്സ ബ്ലിസ് ഇപ്പോൾ WWE ഒരു മൾട്ടി ഇയർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 വർഷത്തേക്ക് അലക്സ ബ്ലിസ് WWE വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അലക്സ ബ്ലിസിന്റെ പ്ലാൻ വൈറ്റ് 6 ടീമുമായിട്ടായിരുന്നു. എന്നാൽ വൈറ്റ് 6 ടീമിലുള്ള ഒരു റെസ്ലർക്ക് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് അവരെ ഇപ്പോൾ ടിവിയിൽ കാണിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ചിലപ്പോ അലക്സ ബ്ലിസിനെ റോ ബ്രാൻഡിൽ കാണിച്ചേക്കാം. പിന്നീട് വൈറ്റ് 6 ആക്റ്റീവ് ആവുന്ന സമയത്ത് അലക്സ ബ്ലിസ് അങ്ങോട്ട് പോയേക്കാം. എന്തായാലും അലക്സ ബ്ലിസിനെ വെച്ച് വൈറ്റ് 6ന്റെ കൂടെ തന്നെയാണ് പ്ലാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അടുത്ത ന്യൂസ് AJ സ്റ്റൈൽസിന്റെ പ്ലാനിനെ പറ്റി, അതായത് റെസൽമേനിയ പ്ലാനിനെ പറ്റി ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് റോ എപ്പിസോഡിൽ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറിന്റെ കൂടെ മാച്ച് വരുന്നത് പോലെയാണ് AJ സ്റ്റൈൽസിന്റെ പ്ലാൻ കാണിച്ചിട്ടുള്ളത് എന്ന്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് IC ചാമ്പ്യൻഷിപ്പ് AJ സ്റ്റൈൽസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് നടക്കും, പക്ഷെ അത് റെസൽമേനിയയിലായിരിക്കില്ല എന്നാണ്. അതായത് AJ സ്റ്റൈൽസിനെ റോയൽ റംബിളിൽ എലിമിനേറ്റ് ചെയ്ത ലോഗൻ പോളിന്റെ കൂടെയാണ് AJ സ്റ്റൈൽസിന് മാച്ച് കൊടുക്കാൻ പോകുന്നത് എന്നാണ്. അതായത് AJ സ്റ്റൈൽ ഫോഴ്സസ് ലോഗൻ പോൾ ഇവർക്ക് തമ്മിലുള്ള ഡ്രീം മാച്ച് ഈ വർഷത്തെ റെസൽമേനിയയിൽ കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ റോ കണ്ട സമയത്ത് വന്ന ന്യൂസ് IC ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ലോഗൻ പോളുമായിട്ടുള്ള മാച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മാച്ച് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ IC ചാമ്പ്യൻഷിപ്പ് എലിമിനേഷൻ ചേംബറിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലൊക്കെ വെച്ചുകൊണ്ട് AJ സ്റ്റൈൽസ് ജയിക്കാൻ പോകുന്ന സമയത്ത് ലോഗൻ പോൾ വന്ന് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ആ ഒരു അവസരം ഉപയോഗിച്ച് ബ്രോൺ ബ്രേക്കർ IC ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്ത് മുന്നോട്ട് പോകും. അതിനുശേഷം AJ സ്റ്റൈൽസ് ലോഗൻ പോൾ ഇവരുടെ റെസൽമേനിയ പ്ലാനും സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും പ്ലാൻ വരാൻ ചാൻസ് ഉള്ളത് ഇനി. അപ്പോൾ IC ചാമ്പ്യൻഷിപ്പാണ് എല്ലാവരും വിചാരിച്ചത് റെസൽമേനിയയിൽ കിട്ടും എന്ന്. ഇപ്പോൾ ഇതാ ലോഗൻ പോളുമായിട്ടാണ് മാച്ച് വരുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് പോലെയാണ് റോയൽ റംബിളിൽ അങ്ങനെ ചെയ്തത് എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ ലോഗൻ പോൾ ആയിട്ടുള്ള മാച്ച് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ AJ സ്റ്റൈൽസ് IC ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏത് മാച്ചാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് കമന്റ് ചെയ്യുക. ഇനി അടുത്ത ന്യൂസ് നെറ്റ്ഫ്ലിക്സിനെ പറ്റിയാണ്. അതായത് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് എല്ലാ ഷോസും ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. WWE സ്പെഷ്യൽസ് എല്ലാ ഷോസും ഇനി നെറ്റ്ഫ്ലിക്സിലാണ് ടെലികാസ്റ്റ് ചെയ്യുക. അപ്പോൾ മാർച്ച് മാസം അവസാനം വരേക്കും നമുക്ക് സോണി സ്പോർട്സിൽ തന്നെയാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് എലിമിനേഷൻ ചേംബർ ആയിരിക്കും നമ്മൾ അവസാനമായി ടിവിയിൽ കാണാൻ പോകുന്ന സ്പെഷ്യൽസ്. അതിനുശേഷം എല്ലാ സ്പെഷ്യൽസും വീക്കിലി ഷോസും എല്ലാം നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ പൈസ കൊടുത്ത് കാണേണ്ട അവസ്ഥയായി. അതായത് ഏപ്രിൽ മാസം മുതൽ. അതുകൊണ്ട് റെസൽമേനിയ നമുക്ക് സോണി സ്പോർട്സിലൊന്നും കാണാൻ സാധിക്കില്ല. നമ്മളിൽ പലരും അങ്ങനെ വിചാരിച്ചിരുന്നു റെസൽമേനിയ വരെയെങ്കിലും കാണാൻ സാധിക്കുമെന്ന്. ഇപ്പോൾ എലിമിനേഷൻ ചേംബറോട് കൂടി അവസാനിക്കും WWE സ്പെഷ്യൽസ്. അപ്പോൾ മാർച്ച് എൻഡോട് കൂടിയിട്ട് സോണി സ്പോർട്സുമായിട്ടുള്ള എല്ലാ ഡീലും അവസാനിച്ചു. അപ്പോൾ എത്ര പേർ റീചാർജ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ കാണും എന്നറിയില്ല. എന്തായാലും ഇന്ത്യയിൽ WWEക്കുള്ള ഫാൻസ് ഭയങ്കരമായിട്ടും കുറയാനാണ് ചാൻസ് ഉള്ളത്. അതായത് സോണി ചാനൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കാണുന്നത് പോലെ നെറ്റ്ഫ്ലിക്സ് റീചാർജ് ചെയ്ത് കാണുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇത് മാസം മാസം നമ്മൾ റീചാർജ് ചെയ്യണം, വൈഫൈ വേണം, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഡാറ്റ വേണം. എന്തായാലും ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് എല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇനി റോമൻ റെയിൻസ് എലിമിനേഷൻ ചേംബർ മാച്ചിൽ വരുമോ എന്ന് ചോദിച്ചാൽ റോമൻ റെയിൻസിന്റെ പ്ലാൻ എലിമിനേഷൻ ചേംബറിൽ WWE സെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതായത് നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ മാച്ചിൽ സെത്ത്, CM പങ്ക്, ജോൺ സീന ഇവരെ വെച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചാൻസ്. അതിനുശേഷമായിരിക്കും റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യുക. അതായത് എലിമിനേഷൻ ചേംബറിൽ സെത്ത് എങ്ങനെയെങ്കിലും ആഡ് ആയതിനു ശേഷം CM പങ്കും സെത്തുമായിട്ട് ഭയങ്കരമായി എലിമിനേഷൻ ചേംബറിൽ കിടന്ന് ഫൈറ്റ് ചെയ്യും. പിന്നീട് ഈ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് ഇവര് റോയൽ സെഗ്മെന്റ് ചെയ്ത് നിൽക്കുമ്പോൾ റോമൻ റെയിൻസ് അവിടെ റിട്ടേൺ ചെയ്ത് ഇതൊരു ട്രിപ്പിൾ ത്രെഡ് സ്റ്റോറി ലൈൻ ആവാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് ഇവരുടെ സ്റ്റോറി കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോയൽ റംബിളിൽ അതിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് കാണിച്ചു. ഇനി എലിമിനേഷൻ ചേംബർ കഴിഞ്ഞിട്ടുള്ള ഒരു റോ എപ്പിസോഡിലാണ്
കറക്റ്റായിട്ടും ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആവാൻ പോകുന്നത്. അപ്പോൾ എലിമിനേഷൻ ചേമ്പറിൽ മിക്കതും സെറ്റും CM Punkും ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും എലിമിനേറ്റ് ആയി പോകുന്നത് അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പുറത്തേക്ക് പോകുന്നതായിട്ടൊക്കെ ചിലപ്പോൾ കാണിച്ചേക്കാം. പിന്നെ റോമൻ റെയിൻസിന് സെറ്റ് പറഞ്ഞതുപോലെ ഇഞ്ചുറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല, കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എലിമിനേഷൻ ചേംബർ ഉൾപ്പെടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ജെയ് ഉസോ WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെയാണ് ചാലഞ്ച് ചെയ്ത് റെസൽമേനിയ മെയിൻ ഇവന്റ് മാച്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതിന് ഒരു കാരണമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ജെയ് ഉസോ റോയൽ റംബിൾ കഴിഞ്ഞ സമയത്ത് വേൾഡ് ചാമ്പ്യൻ ഗുന്തറിനെയാണ് പ്രസ് മീറ്റിൽ വെച്ച് ചാലഞ്ച് ചെയ്തത്. എന്നാൽ റോ എപ്പിസോഡിൽ വന്നതിന് ശേഷം അത് മൊത്തം ഉൾട്ടയാക്കി തന്റെ തീരുമാനം സ്മാക്ക് ഡൗണിൽ പറയാമെന്നാണ് ഗുന്തറിനോട് ജെയ് ഉസോ പറഞ്ഞത്. എന്നിട്ട് സ്മാക്ക് ഡൗണിൽ കോഡി റോഡ്സിന്റെ കൂടെ ഒരു സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനം ജെയ് ഉസോ കോഡി റോഡ്സിനെ ചാലഞ്ച് ചെയ്ത് കോഡി റോഡ്സുമായിട്ട് മാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് എലിമിനേഷൻ ചേംബറിൽ മുഴുവനായിട്ടും പ്രോ റെസ്ലേഴ്സിനെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നും പ്രോ റെസ്ലേഴ്സ് വിൻ ചെയ്യുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിനാണ് പോവുക എന്നൊക്കെയാണ്. അപ്പൊ സീന വിൻ ചെയ്യുകയാണെങ്കിലും ഗന്ധറിന്റെ കൂടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ജെയ് ഉസോ മെയിൻ ഇവന്റ് മാച്ചിന് വേണ്ടിയിട്ട് കോഡി റോഡ്സിനെ ചാലഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ റോ റെസ്ലേഴ്സിനെ വെച്ച് എലിമിനേഷൻ ചേംബർ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഈ സ്മാക്ക് ഡൗണിൽ അറിയാം ജെയ് ഉസോ കോഡിനെയാണോ ഗുന്തറിനെയാണോ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഗുന്തറായിട്ടുള്ള മാച്ച് നമ്മൾ ഒരുപാട് കണ്ടുമടുത്ത മാച്ച് ആയതുകൊണ്ട് ഇതിനും ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് തമ്മിൽ റെസൽമേനിയയിൽ ഒരു മാച്ച് വെച്ചുകൊണ്ട് ഇതുവരെ വന്ന എല്ലാ പ്ലാനും തിരിച്ചുവിടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്തായാലും സ്മാക്ക് ഡൗണിൽ അത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.